നജീബിക്ക ഇന്റർനാഷണൽ സാധനം എന്ന് പറഞ്ഞാൽ ഓസ്കാർ ഉറപ്പായി. പൃഥ്വിരാജ് ശരിക്കും നീതി പുലർത്തിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. ഗംഭീരം, എല്ലാം കൊണ്ട് അടിപൊളി. നജീബ് എന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ അതിജീവനത്തിൻ്റെ കഥ, ഓരോ സിനിമാ പ്രേമിയുടെ ലൈഫിലെ മറക്കാനാവാത്ത ഒരു സിനിമാ അനുഭവം, ദ ഗോഡ് ലൈഫ്. മലയാളത്തിൻ്റെ ആടുജീവിതം കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്നവരാണ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തു. നേരെ ആടുജീവിതം ഫസ്റ്റ് ഹാഫ് റിവ്യൂല്. ഫസ്റ്റ് ഇംപ്രഷൻ പൃഥ്വിരാജ് ഞെട്ടിച്ച്, ശരിക്കും ഞെട്ടിച്ച്. നല്ല ഇൻ്റർനാഷണൽ ലെവലിൽ എടുത്തിട്ടുണ്ട്. സുനിൽ കുമാർ KS എന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫർക്ക് ഒരു ബിഗ് ഷൗട്ട് ഇട്ടു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നജീബിന്റെ ലോകത്ത് നമ്മൾ എത്തി. പിന്നെ തീർച്ചയായിട്ടും നോവൽ വായിക്കാത്തവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും ഈ പടം. നമുക്ക് ഈ മുമ്പോട്ടുള്ള കഥ അറിയാവുന്നത് കൊണ്ട് നമുക്കറിയാം എന്നെ അടുത്ത സംഭവിക്കാൻ പോണ എന്താണെന്ന്. എന്തായാലും നോവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും വണ്ടർഫുൾ. ആ മനസ്സിൽ കണ്ട ലോകം തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും പൃഥ്വിരാജ് ശരിക്കും നീതി പുലർത്തിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. ഫസ്റ്റ് ഹാഫ് ഇംപ്രഷൻ അടിപൊളി. ഇന്റർനാഷണൽ സാധനം എന്ന് പറഞ്ഞാൽ ഓസ്കാർ ഉറപ്പായി. അങ്ങനെ BG എല്ലാം കിട്ടില്ല, കരഞ്ഞു പോയി. ഫസ്റ്റ് ഹാഫ് ഇമോഷണലി ആണ്. സെക്കൻഡ് ഹാഫ് ഇതിലും അടിപൊളിയായിരിക്കും. സത്യം ഫസ്റ്റ് ഹാഫിൽ തുള്ളി കാണിച്ചിട്ടുള്ളൂ. അതെന്നെ ഫീൽ ഇന്റർനാഷണൽ ലെവൽ പടം. സത്യം അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടിക്കറ്റ് എടുത്തോ വന്നു. സൂപ്പറോടോ വെച്ചാൽ പൃഥ്വിരാജ് നാഷണൽ അവാർഡ് കിട്ടണം. അല്ലാതെ ഒന്നും കാണാതെ ചിലവർക്കൊക്കെ ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ നാഷണൽ അവാർഡ് കൊടുത്തല്ലേ. അങ്ങനല്ല ഇത്. ഞാൻ ഈ നോവൽ വായിച്ചിട്ടില്ല, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. നല്ല സൂപ്പറോടോ. ഒരു വേൾഡ് ക്ലാസ് മേക്കിംഗ്. പിന്നെ എന്താ പറയുക, പൃഥ്വിരാജ് കിടലുമാണ്. അതെ, തീർച്ചയായിട്ടും ഒരു വിഷ്വൽ മാജിക് ആണ് സംഭവം. നല്ല വെൽ മേക്ഡ് ആണ്. പടത്തിന്റെ ഫസ്റ്റ് മൊത്തം സെന്റിമെന്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം. നജീബിക്ക പെർഫെക്റ്റ് ഫസ്റ്റ് ഹാഫ്. ഇമോഷണലി കണക്ട് ആയി വരുന്നുണ്ട്. വിഷ്വൽസ് ഒക്കെ പക്ക വിഷ്വൽസ്, ഇന്റർനാഷണൽ സ്റ്റഫാണ്. സ്റ്റഫ് കുഴപ്പമില്ല. നമ്മൾ നോവലൊക്കെ വായിക്കുന്ന ആ ഒരു ഫീല് വന്നിട്ടില്ലെങ്കിലും പിന്നെ മെയിൻ സീക്വൻസോട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷെ അതൊക്കെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട്. പ്രതീക്ഷയുണ്ട്. സൂപ്പർ ആയിരിക്കും പടത്തിന്റെ. പടം അടിപൊളിയാണ്. നല്ല ഒരു സർവൈവലിൻ്റെ ഒക്കെ സമയമാവുന്നേ ഉള്ളൂ. ഇതുവരെ അടിപൊളിയാണ്. പ്രതീക്ഷകൾ പോലെ തന്നെ ആടുജീവിതത്തിന് ഫസ്റ്റ് ഹാഫ് എക്സ്ട്രാ ഓർഡിനറി റിവ്യൂസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ആൾക്കാർ സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.